പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് അടച്ചുപൂട്ടാൻ പോണ്ടിച്ചേരി സർവകലാശാല. അക്കാദമിക് വർഷം ഏപ്രിൽ 30 അവസാനിക്കുമെന്നാണ് സർവകലാശാലയുടെ സർക്കുലർ. 15 ദിവസം മുൻപ് അക്കാഡമിക് വർഷം അവസാനിപ്പിക്കുന്നതിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്ത് വന്നു. വിവരങ്ങളുമായി മനീഷ് മൂർത്തിയാണ് ചേരുന്നത്. മനീഷ്, 15 ദിവസം മുൻപേ ഈ അക്കാഡമിക് ദിവസം അവസാനിക്കാൻ 15 ദിവസം മാത്രം നിലനിൽക്കെ ഈ പാചകവാതക പ്രതിസന്ധി മാത്രമാണോ ഇത്തരത്തിൽ നേരത്തെ ഈ യൂണിവേഴ്സിറ്റി അടയ്ക്കാനുള്ള കാരണം? ഇതേക്കുറിച്ച് എന്താണ് അധികൃതർ പറയുന്നത്? വിദ്യാർത്ഥികളുടെ ഭാഗത്തെ ആവശ്യം എന്താണ്? സുഹൈൽ, പ്രവിധ പ്രധാനമായും സർവകലാശാല ഇറക്കിയ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവിൽ ഈ പാചകവാതക പ്രതിസന്ധിയെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. അക്കാദമിക് വർഷം ഈ പറഞ്ഞ രീതിയിൽ ഏപ്രിൽ 30 അവസാനിപ്പിക്കുന്നു. അതിനുള്ളിൽ പരീക്ഷകൾ പൂർത്തീകരിക്കണം, അസൈൻമെന്റുകൾ അല്ലെങ്കിൽ ലാബ് കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കണം എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. പക്ഷേ അത് കഴിഞ്ഞ VC-യുമായുള്ള യോഗം കഴിഞ്ഞ് ചില അധ്യാപകർ, ചില പ്രൊഫസേഴ്സ്, ചില HOD-മാർ വിദ്യാർത്ഥികൾക്ക് നൽകിയ മെയിലുണ്ട്. ആ മെയിലൊക്കെ നമ്മളെ കൈവശമുണ്ട്. ആ മെയിലിൽ പറയുന്ന കാര്യമാണിത്. അതായത് LPG പാചകവാതക പ്രതിസന്ധി കാരണം ഹോസ്റ്റലുകളൊന്നും തന്നെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 30 പരമാവധി എല്ലാ കാര്യങ്ങളും തീർത്തുകൊണ്ട്, അക്കാദമിക് കാര്യങ്ങളെല്ലാം തീർത്തുകൊണ്ട് കോളേജ് സർവകലാശാല അടയ്ക്കാൻ പോകുന്നു. അത് സാധാരണ നിലയിൽ മെയ് 15-നാണ് ഈ പറഞ്ഞ രീതിയിൽ അക്കാദമിക് വർഷം അവസാനിക്കുക. ഏറ്റവും അവസാന ഘട്ടത്തിലാണ് വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ. പരീക്ഷകളുണ്ട്, അസൈൻമെന്റുകളുണ്ട്, അതുപോലെ ഇന്റേണൽ പരീക്ഷകളുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തീർക്കേണ്ട ഒരു നിലയിലേക്കാണ് വിദ്യാർത്ഥികൾ എത്തി നിൽക്കുന്നത്. നമ്മൾ വിദ്യാർത്ഥികളോട് സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞത് വലിയ ആശങ്ക അവർക്കുണ്ട്. കാരണം 15 ദിവസം മുൻപേ അവസാനിപ്പിക്കുമ്പോൾ അവരുടെ ജോലികളൊന്നും തന്നെ തീർക്കാൻ സാധിക്കുന്നില്ല. പരീക്ഷയുണ്ട്, അതുപോലെ തന്നെ മറ്റ് പല അസൈൻമെന്റുകളുമുണ്ട്. പ്രത്യേകിച്ച് സയൻസ് വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലാബുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലാബിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊന്നും തന്നെ വളരെ വേഗത്തിൽ തീർക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്തായാലും വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില ഡിപ്പാർട്ട്മെന്റ് HOD-മാർ പറയുന്ന ഒരു കാര്യം, ഈ ഇന്റേണൽ പരീക്ഷ അത് നടത്തേണ്ടതില്ല. നിലവിലുള്ള മാർക്കും അതുപോലെ തന്നെ അവസാന സെമസ്റ്ററിന്റെ മാർക്കും ചേർത്ത് വെച്ചുകൊണ്ട് അസൈൻമെന്റുകളെല്ലാം കൃത്യമായി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്റേണൽ മാർക്കായി പരിഗണിച്ചുകൊണ്ട് നൽകാമെന്ന് ചില HOD-മാരെല്ലാം പറയുന്നുണ്ട്. പക്ഷേ സയൻസ് പോലുള്ള വിഷയങ്ങളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള HOD-മാരൊന്നും തന്നെ അത് പറയുന്നില്ല. എല്ലാം കൃത്യമായി തന്നെ നടപ്പിലാക്കണം, ഈ 30-ാം തീയതിക്കുള്ളിൽ എല്ലാം തന്നെ പൂർത്തീകരിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾ വലിയ ആശങ്ക പങ്കുവെക്കുന്നു. മാത്രമല്ല, അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഏപ്രിൽ 9-നാണ് പുതുച്ചേരി ഇലക്ഷൻ, ഏപ്രിൽ 23-നാണ് കേരളത്തിലെ ഇലക്ഷൻ, തമിഴ്നാട്ടിലെ ഇലക്ഷൻ. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പുകൾക്കൊന്നും തന്നെ വോട്ട് ചെയ്യാൻ പോലും പോകാൻ തങ്ങൾക്ക് സാധിക്കില്ല. ഈ ഏപ്രിൽ 30-നുള്ളിൽ ഈ പരീക്ഷ അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ അക്കാദമിക് വർഷം അവസാനിക്കുമ്പോൾ ഇതിലൊന്നും തന്നെ തങ്ങൾക്ക് പോകാൻ സാധിക്കില്ല എന്നൊരു ആശങ്കയും എന്തായാലും അവർ പങ്കുവെക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങളൊന്നും തന്നെ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഉത്തരവോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്താനോ ഒന്നും തന്നെ ഈ പറഞ്ഞ പുതുച്ചേരി സർവകലാശാല അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുഹൈൽ, പ്രവിധ. എന്നാലും സർവകലാശാല എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ യൂണിവേഴ്സിറ്റി നേരത്തെ അടയ്ക്കാൻ തീരുമാനിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നില്ല. പക്ഷേ പാചകവാതക പ്രതിസന്ധിയാണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് മാർച്ച് 30-ാം തീയതി യൂണിവേഴ്സിറ്റി അധ്യാപകരുടെ ഭാഗത്തു നിന്നും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് ഒരു വാട്സ്ആപ്പ് സന്ദേശം ലഭിക്കുകയുണ്ടായി. LPG ക്രൈസിസ് മൂലം എക്സാമുകൾ ഏപ്രിൽ മാസത്തോടുകൂടി പൂർത്തിയാക്കണം എന്നുള്ളതായിരുന്നു സന്ദേശത്തിന്റെ ഉള്ളടക്കം. ഏപ്രിൽ മാസത്തോടുകൂടി എക്സാമുകൾ പൂർത്തീകരിച്ച് മെയ് മാസം ആദ്യത്തോടുകൂടി ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്ത് അതത് സ്ഥലങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ മടങ്ങി പോകണം എന്നുള്ളത് മാത്രമായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ള സന്ദേശം. രാജ്യത്ത് LPG ക്ഷാമം നേരിടുമെന്നും അതുമൂലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബാധിക്കപ്പെടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപ് തന്നെ വാഗ്ദാനം ചെയ്തിരുന്നതാണ്. അത്തരത്തിലുള്ള ഒരു വാഗ്ദാനത്തിന്റെ പൊള്ളത്തരത്തെയാണ് യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷനും കേന്ദ്രവും ചേർന്ന് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യമായി ഒരു കേന്ദ്ര സർവകലാശാല നിശ്ചയിച്ച സമയത്തിൽ നിന്നും 15 ദിവസം മുൻപ് തന്നെ അടച്ചുപൂട്ടാൻ പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.